ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉയർപ്പ് തിരുനാളിലെ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിരുന്നു. മിനിഞ്ഞാന്ന് 20-ാം തീയതി 21-ാം തീയതിയാണ് മാർപ്പാപ്പ മരിക്കുന്നത്. 20-ാം തീയതി സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു: ലോകത്ത് മരണത്തിന് വേണ്ടിയുള്ള എന്തൊരു വലിയ ദാഹമാണ്, കൊല്ലാൻ വേണ്ടി നടക്കുന്നവരുടെ എത്ര വലിയ ഗണമാണ്, എങ്ങും യുദ്ധമാണ്. എന്നാൽ മരണത്തിൻ്റെ ഈ മുഴക്കത്തിലും ജീവന്റെ ആഘോഷം. അതാണ് ഉയർപ്പ് തിരുനാൾ. നിങ്ങൾ പലയിടത്തും വായിച്ചു കാണും. മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകൾ കുറുകിയ വാചകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള മഞ്ഞുരുക്കിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏതുതരം യുദ്ധത്തിനും എതിരെ ശക്തമായി നിലകൊണ്ടു. ഇറാഖിൽ ചരിത്ര സന്ദർശനം നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. സ്നേഹത്തിൻ്റെ നയതന്ത്രം, അതാണ് അദ്ദേഹത്തിൻ്റെ തുറുപ്പ് ചീട്ട്. വിനയത്തിൻ്റെ ആൾരൂപം, കൊട്ടാരം ഉപേക്ഷിച്ചുള്ള ലളിത ജീവിതം, അതായത് ലാളിത്യമാണ് മുഖമുദ്ര. സമാധാനത്തിൻ്റെ മാർപ്പാപ്പ, ഏറ്റവും വലിയ സമാധാന ദൂതൻ, മാനവികതയുടെ അപ്പസ്തോലൻ, എളിമയുടെ മനുഷ്യമുഖം, അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ചവൻ, ഒറ്റപ്പെട്ടു പോയവരെ ആശ്ലേഷിച്ചവൻ, അഭയാർത്ഥികളുടെ അഭയകേന്ദ്രം, ആശ്രയം, ജനകോടികളുടെ ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ചവൻ, നീതിബോധമുള്ളവൻ, സഭാഭരണത്തിൽ കാർക്കശ്യം കാണിച്ചവൻ, വിശ്വാസത്തിൽ ഉറച്ച നിലപാടെടുത്തവൻ. ഇങ്ങനെ അനേകായിരം കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ തോറ്റുപോയത് ഫ്രാൻസിസ് മാർപ്പാപ്പ തോറ്റുപോയത് ഈ കുഞ്ഞു കേരളത്തിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ മുമ്പിൽ മാത്രം. അനുസരണത്തിലേക്ക് മടങ്ങാൻ 4 പ്രാവശ്യം നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും വിമത വൈദികര് വഴങ്ങിയില്ല. അതിന് കാരണക്കാര് സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വവും. ആ വേദന മരിക്കും വരെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ സങ്കടമായി വിങ്ങലായി. തന്നെ അനുസരിക്കാത്ത മക്കളെക്കുറിച്ചുള്ള അപ്പൻ്റെ വേദനയുമായി അദ്ദേഹം സ്വർഗാരൂഢനായി. തീർച്ചയായും ഗത്സയിലെയും യുക്രൈനിലെയും പിന്നെ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ യുദ്ധങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ നീറ്റിയിരുന്നു. എങ്കിലും അവരെല്ലാം കത്തോലിക്ക സഭയുടെ ഉള്ളിലുള്ളവരല്ല, പുറത്തുള്ളവരാണ്. കത്തോലിക്ക സഭയുടെ ഉള്ളിലുള്ളവർ തൻ്റെ മക്കള് 4 പ്രാവശ്യം താൻ നേരിട്ട് പറഞ്ഞിട്ടും അനുസരിക്കാതിരിക്കുന്നു. അതായത് ലോകത്തെ സകല ദുഃഖങ്ങളെക്കാളും മാർപ്പാപ്പയുടെ ഹൃദയത്തെ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഭാരപ്പെടുത്തിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ ധിക്കാരമാണ്, അനുസരണക്കേടാണ്. അതുകൊണ്ടാണ് മുമ്പത്തെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ കാണാൻ ചെന്നപ്പോൾ ഒറ്റ കാര്യം മാർപ്പാപ്പ പറഞ്ഞുള്ളൂ: അവരോട് അനുസരിക്കാൻ പറയുക, അവരെ അനുസരിപ്പിക്കുക. ഈ 2003 ഡിസംബർ 7-ാം തീയതി മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയെ അഭിസംബോധന ചെയ്ത് ശക്തമായി വീഡിയോ സന്ദേശം നൽകിയിട്ട് പോലും വിമത വൈദികർ അനുസരിച്ചില്ല. എറണാകുളത്ത് വിമത വൈദികർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നാണ് ജനങ്ങളുടെ ആവശ്യം. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന സാബു ജോസ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചാലും മറക്കാത്ത എറണാകുളം രൂപത, ആ തലക്കെട്ടിൽ അത് എഴുതിയിരിക്കുന്നത്. ലോകം ആദരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വേദനയോടെ വിടവാങ്ങി. 266-ാമത്തെ മാർപ്പാപ്പയ്ക്ക് മാത്രം ഒരു വലിയ ദുഃഖം, വേദന സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൽ എറണാകുളം രൂപത ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്നു. എറണാകുളം രൂപതയിലെ അൽമായ സത്യവിശ്വാസികൾ. സാർവത്രിക സഭയിലെ 24 വ്യക്തിസഭകളാണുള്ളത്, സ്വയാധികാര സഭകൾ. ഒരേ ഒരു വിശ്വാസ പ്രമാണം, 7 കൂദാശകൾ, 10 കൽപ്പനകൾ. മെത്രാൻ, പൗരോഹിത്യ പദവി എല്ലാ സഭയിലും ഒന്ന് തന്നെ. തിരുപ്പട്ടം നൽകുന്നത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി. അത് നൽകാനും നിയന്ത്രിക്കാനും നിരോധിക്കാനും അവകാശം മാർപ്പാപ്പയ്ക്ക് മാത്രം. വിശുദ്ധ കുർബാന അർപ്പണ രീതി എങ്ങനെയെന്ന് ഓരോ സഭയുടെയും മെത്രാൻ സെനറ്റ് തീരുമാനിക്കും. പിന്നീട് അത് മാർപ്പാപ്പ അംഗീകരിക്കുമ്പോൾ അത് നിയമമാകും, നയമാകും, സഭയിൽ ഏകീകൃത രീതി നടപ്പിലാകും. തോട്ടത്തിൽ വിവിധ പുഷ്പങ്ങൾ പോലെ ആ പുഷ്പങ്ങൾ ഒരു പൂന്തോട്ടത്തെ സൃഷ്ടിക്കുന്നത് പോലെ, മനോഹരമാക്കുന്നത് പോലെയാണ് വിവിധ ലിറ്റർജികൾ. സീറോ മലബാർ സഭയിലെ പുതിയ രീതിയിലുള്ള വിശുദ്ധ കുർബാന രീതി 40 വർഷമായി ചർച്ചകൾ നടത്തി 1999 തീരുമാനമെടുത്തു, ഏകകണ്ഠമായി. എന്നാൽ ചില മെത്രാന്മാർ വഞ്ചന കാണിച്ചു. 21 വർഷം കാത്തിരുന്നു.
മാർപ്പാപ്പൻ നിർദ്ദേശിച്ചു. 35-ൽ 34 നടപ്പിലാക്കി. എറണാകുളം അങ്കമാലി മാത്രം വിമത രീതിയിൽ നിന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പലവട്ടം എഴുതി. പിന്നീട് ആദ്യമായി കടുത്ത ഭാഷയിൽ ഓഡിയോ മെസ്സേജ് നൽകി അഭ്യർത്ഥിച്ചു. ക്ഷമിക്കുന്ന സ്നേഹം അദ്ദേഹം കാത്തിരുന്നു. ഈശോയെ കുരിശിൽ തറച്ചതുപോലെ വിമത മെത്രാന്മാർ വീണ്ടും ഗൂഢാലോചന നടത്തി. വിശുദ്ധ കുർബാന രീതി നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയ സഭയെ ലോകവ്യാപകമാക്കിയ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സ്ഥാനത്യാഗത്തിലേക്ക് നയിച്ചു ഈ വിമത മെത്രാന്മാർ. എന്നിട്ടും എറണാകുളം വിമത വൈദികർ വിശുദ്ധ കുർബാന അർപ്പിച്ചില്ല. അവർക്ക് ചില വിമത മെത്രാന്മാർ പിന്തുണ നൽകി. പുതിയ മേജർ ആർച്ച് ബിഷപ്പും വികാരിയും ഈ വർഷത്തെ ഈസ്റ്ററിനും രൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഏതാനും പള്ളികളിൽ മാത്രം. മാർപ്പാപ്പയെ ധിക്കരിച്ച വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത രൂപത എന്ന പേര് എറണാകുളത്തിന് ഇനി എക്കാലവും സ്വന്തം. തൻ്റെ മക്കൾ അനുസരിക്കാത്തതിൽ കത്തോലിക്ക സഭയുടെ ഉള്ളിലെ ഒരു രൂപത മുഴുവൻ, അതിലത്തെ മിക്കവാറും എല്ലാ വൈദികരും മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുന്നത് മാർപ്പാപ്പയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് അടുപ്പമുള്ളവരുടെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. താൻ നേരിട്ട് പറഞ്ഞാൽ അനുസരിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ലോക നേതാക്കളോടും യുദ്ധം ചെയ്യുന്നതോടും പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരു ചെറിയ അകൽച്ചയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മക്കളല്ല, ഇത് അദ്ദേഹത്തിൻ്റെ മക്കളാണ്, സ്വന്തം മക്കൾ. ആ മക്കൾ അനുസരിക്കാതെ ഇപ്പോഴും ഈ വിമത പ്രവർത്തനവും അൽമായ മുന്നേറ്റ ഗുണ്ടകൾ ആക്രമണവുമായിട്ട് നടക്കുന്നത് അങ്ങേയറ്റം വേദനയോടെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിമത വൈദികനും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അർഹതയില്ല. അവർ പ്രാർത്ഥിച്ചാൽ അത് അവർക്ക് തന്നെ എതിരായിട്ട് തീരും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കാരണം അത്രമാത്രം ഈ മാർപ്പാപ്പയെ വേദനിപ്പിച്ചവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ, അൽമായ മുന്നേറ്റ ഗുണ്ടകൾ. അവർക്ക് വേണ്ടി മാർപ്പാപ്പ മിക്കവാറും ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുമായിരിക്കും. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന പോലെ മാർപ്പാപ്പ ചെയ്യുമായിരിക്കും. പക്ഷേ അതെല്ലാം ദൈവം കേൾക്കുന്നത് ഏത് തരത്തിലായിരിക്കുമെന്നും അത് വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും എങ്ങനെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് വരിക എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിമത വൈദികർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത് ആത്മാർത്ഥമായിട്ടായിരിക്കില്ല, ആർജവത്വത്തോടു കൂടി ആയിരിക്കില്ല എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. കാരണം അത്രമാത്രം ഈ മാർപ്പാപ്പയെ വേദനിപ്പിച്ചവരാണ് ഈ വിമത വൈദികർ. അവർക്ക് മാനസാന്തരം ഉണ്ടായെങ്കിൽ നന്നായി. അതായിരിക്കും മാർപ്പാപ്പയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആദരാഞ്ജലികൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.